ഇപ്പൊ എന്താ ചോദിച്ചു മുടി വെട്ടാത്ത എന്താണ് പാപ്പാന്നല്ലേ? മുടിക്കൊരു ഒരു കഥ ഉണ്ട്. ഈ മുടിക്ക് വളർത്തേണ്ട ഒരു കഥ ഉണ്ട്. ഒരിക്കൽ ഞാന് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു പണ്ട് പണ്ട് ഒരു 5000 കടം എടുത്തു. കടം പറഞ്ഞ ബ്ലേഡിന് വാങ്ങി. ബ്ലേഡ് വാങ്ങിട്ട് ഭയങ്കര ജെന്റിൽമാനാ മൂപ്പര്. എന്നെക്കാളും ആരോഗ്യം ഒത്തറ്റ ആരോഗ്യമുള്ളവരാ. മൂപ്പരുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്ക് കടം വാങ്ങി. കുറച്ചൊക്കെ അടച്ചു. പിന്നെ പണിക്ക് സ്വതവേ ഞാൻ ഈ പണിക്ക് പോകാൻ ഭയങ്കര ഒരു മടിയുള്ള കൂട്ടത്തിലുള്ള ആളാ. അതറിയാലോ. അതെ, എന്നാലും ഞാൻ പണിക്ക് പോവും. അങ്ങനെ പണിക്ക് ഇടയ്ക്കും തലയ്ക്കും പോണ അവസരത്തിൽ കല്യാണം കഴിഞ്ഞൊരു ഏകദേശം കാലഘട്ടമാണ് അത്. അങ്ങനെ ഇദ്ദേഹം പലയിടത്തും ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങാൻ നോക്കി. ഞാനൊക്കെ മുങ്ങി. ഏതൊക്കെ വഴി താണ്ടാൻ പറ്റിയെങ്കിൽ ആ വഴിയിലൊക്കെ ഞാൻ താണ്ടി. ഒരു ദിവസം നമ്മുടെ മുക്കൂട്ട സെൻട്രലിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ ചങ്ങരംകുളത്തുനിന്ന് ഇങ്ങോട്ട് വരിക. ബസ്സിൽ ഇങ്ങനെ വരുമ്പോ ഇദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കണ കാണാണ്ട്. അങ്ങനെ ബസ് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നിന്ന് മൂപ്പര് സെൻട്രലിൽ ആരോടോ വർത്താനം പറയാം. മൂപ്പര് മുമ്പിൽ കൂടെ പോണം. ഞാൻ എന്ത് ചെയ്തു, നേരെ ബസ് ഇറങ്ങിയ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിലേക്കാണ്ട് കയറി. മൊത്തം മുട്ടാണ്ട് അടിച്ചു. ആ ബാർബർ ഷോപ്പ് സത്യാട്ടാ, ഇത് റിയലായ സംഭവമാണ്. മുട്ട അടിച്ചിട്ട് മൂപ്പരുടെ മുമ്പിൽ കൂടെ കാലൊന്ന് കൊച്ചു വലിച്ചിട്ട് ഒരു പോക്ക് പോയി. മൂപ്പരിങ്ങനെ നോക്കാന്നല്ലാതെ ആരാന്നും മനസ്സിലായില്ല. അങ്ങനെ ചില പറ്റികൾസ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടാണ്. കടം വാങ്ങിയിട്ടുള്ള അന്നത്തെ ആ കുടുംബ പാരാപ്തും ഇതൊക്കെ. അത് കഴിഞ്ഞ് മൂപ്പര് ഒരു ദിവസം ഭാര്യ വീട്ടില് പൈസക്ക് വേണ്ടി വന്നു. സാധാരണ ഈ ഭാര്യ വീട്ടില് പൈസക്ക് വേണ്ടി വരുമ്പോ ഏതൊരാൾക്കുണ്ടാവും ഒരു വിഷമം. നമ്മുടെ നാട്ടുകാരനാണ് ഈ വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കുളിക്കുക. ഭാര്യ പറഞ്ഞു ഇന്ന ആള് വന്നിട്ട് പറഞ്ഞു അവിടെ നിൽക്കാൻ പറയുമായിരുന്നു. ഞാന് ഒരു തോർത്തുമുണ്ടെടുത്തിന്റെ ഭാര്യ വീട്ടിന്ന് വടുക്കോർത്തുനിന്ന് ഓടിയ ചരിത്രം ഇന്നും എന്റെ മനസ്സിൽ കിടക്കാണ്. ആ ഓട്ടം തണ്ണൂർക്കോട് പാടത്താണ് നിന്നത്, അറിയോ?